ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ ആരംഭിക്കുന്നത് 2 ദിവസത്തെ റൂട്ടീൻ അടങ്ങിയ ഒരു ഉൾപ്പെടുത്തിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ ഉൾപ്പെടുത്തുകയാണ്. പുറത്തേക്ക് എനിക്ക് 2-3 ആവശ്യങ്ങൾക്കായി ഞാൻ പുറത്തേക്ക് വന്നതാണ്. വീട്ടിൽ ഒരു അണ്ണാമുറ്റുണ്ട്. എൻ്റെ മണിയൻ, പ്രിയപ്പെട്ട മണിയന് വേണ്ടി, അതുപോലെ പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങാനും, പിന്നെ എനിക്ക് വേറെ കൂട്ടുകാരുടെ ഒരു പാർലറിൽ പോകാനൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ നല്ല സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എൻ്റെ വീഡിയോ എല്ലാം കോമഡി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ എത്തിയിട്ടോ. വീട്ടിലെത്തി ഞാൻ എൻ്റെ മണിയൻ്റെ അടുത്ത് വന്നു. മണിയൻ ഇവിടെ ബെഡൊക്കെ റെഡിയാക്കി കൊടുത്തു. അവന് തുണി വെച്ചിട്ടുള്ളതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ പല സംഭവങ്ങളും ഫില്ലോ വാങ്ങിച്ചാലും അതവന് പേടിയാണ് അതിലിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട്, മണിയൻ അവിടെ അതിൽ കിടക്കട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷവും 2 മാസവും ആയിട്ടുണ്ട്. നിങ്ങൾക്കും അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഡേറ്റ് അവിടെ കാണാം. അതുപോലെ എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എന്നെ കൈ പിടിച്ച് ഉയർത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻ്റായിട്ടും ലൈക്കായിട്ടും ലൈവിൽ വന്നിട്ടായാലും സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അലോൺ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എൻ്റെ വ്ലോഗ് ഞാൻ ഒറ്റയ്ക്കാണ് പിടിക്കുന്നത്. വീഡിയോ പിടിച്ചു തരാൻ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഹെൽപ്പിന് ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ പിടിക്കുന്നതിൽ പല ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. അപ്പോൾ എൻ്റെ വ്ലോഗ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഒരു ഫാമിലി കളിയാക്കി ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ ചിരിക്കുന്നവർ തന്നെ വ്ലോഗും ചാനലും ഇട്ടിട്ടുള്ളവരാണ്. അവരുടെ ചാനൽ കണ്ടിട്ട് ഞാൻ കാണാറില്ല. വേറെ കണ്ട ആളുകൾ എന്നോട് പറഞ്ഞു ഒരുപാട് അപാകതകൾ അവരുടെ ചാനലിലുണ്ട്. പിന്നെ എന്തിനാണ് സെലീന തൻ്റെ ചാനലിൽ കളിയാക്കുന്നതെന്ന്. എൻ്റെ ഒരു കോമഡി ആയിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. ആ കോമഡി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അവരുടെ കണ്ണിൽ അതാണെങ്കിലും 4 ലക്ഷം ആളുകൾ എൻ്റെ ബ്ലോഗ് കാണുന്നുണ്ട്. മറ്റൊരാളെ കുറ്റപ്പെടുത്തി ചിരിക്കുമ്പോൾ അവരവരുടെ ചാനലും എത്രത്തോളം സക്സസ്ഫുൾ ആണോ എന്ന് നോക്കണം, അല്ലേ? എന്നെ കളിയാക്കി ചിരിക്കാൻ മാത്രം ഞാൻ അതിനകത്ത് ഒന്നും മോശമായിട്ട് ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നതും എല്ലാം എനിക്ക് ഒരാൾ ഹെൽപ്പില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ യാത്ര ഇതുവരെ എത്തിയേക്കുന്നത്. പിന്നെ ഇവർക്ക് ഒരുപാട് ഇന്നിടും നാളെ ഇടൂല, മറ്റന്നാൾ ഇടും, ഇങ്ങനെയൊക്കെ ഒരുപാട് പല പല പാകപ്പഴകളും ഉള്ള വ്യക്തിയാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അത് അവരവരുടെ തന്നെ ആദ്യം സക്സസ്ഫുൾ ആക്കിയിട്ട് പറയുക. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടി കയറി. ഇക്കാക്ക് ചായക്ക് പരിപ്പുവടയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പുറത്തു പോയി വന്നതൊക്കെ. അപ്പോൾ കുറച്ച് നേരം മണിയനെ കളിപ്പിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ വെച്ച് ഞാൻ വന്ന് പരിപ്പുവട തയ്യാറാക്കി. ഇക്ക വന്നിട്ടുണ്ട്. ഇക്കാക്ക് ഞാൻ കൊടുത്തിട്ട് ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ തലേ ദിവസത്തെ റൂട്ടീൻ. നാളെയാണ് നെക്സ്റ്റ് ഡേ ആണ് അടിപൊളിയായിട്ട് ഞാൻ വ്ളോഗ് വിപുലമായിട്ട് കാണിക്കുന്നത്. എനിക്ക് നാളെ ഗസ്റ്റ് ഉണ്ട്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് താലിക്കാക്ക് ഒരു സംഭവം ബുക്ക് ചെയ്തിരുന്നു. അത് കിട്ടിയപ്പോൾ അത് എടുത്തു നോക്കുന്നതും പിടിക്കുന്നതൊക്കെ ആയിരുന്നു. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 2 ദിവസത്തെ റൂട്ടീൻ അടങ്ങുന്ന ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി വിടുന്നത്. ഇത് തലേദിവസം നമ്മൾ റൂട്ടീൻ ആരംഭിച്ചതാണ്. കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പുറത്തു പോയി, കുറച്ച് കടകളിൽ പർച്ചേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇതും കഴിഞ്ഞ് ഞാൻ നാളെ മോർണിംഗിൽ മുതലാണ് പിന്നെ പുനരാരംഭിക്കുന്നത് വ്ളോഗ്. അതായത് നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗിൽ തുടങ്ങി നമ്മൾ ഓരോന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഏടത്തി വരുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്നതായതുകൊണ്ട് അതിൻ്റെ പ്രിപ്പയർഡാണ് നാളെ രാവിലത്തെ മോർണിംഗിൽ കൂടുതലും. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ മോർണിംഗിൽ നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നബിദിനത്തിൻ്റെ ബാൻഡൊക്കെ ഇവിടെ കവലയിൽ ജംഗ്ഷനിൽ അവർ കെട്ടിയിരിക്കുന്നതൊക്കെ വന്ന് നോക്കാനായിട്ട് ഈ രാവിലത്തെ വൈബൊക്കെ ഒന്ന് പിടിക്കാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കാണാം. ഒരു ചെറിയ 3 കൂടിയ ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓണത്തിൻ്റെയും മറ്റേ നബിദിനത്തിൻ്റെയും ബാൻഡ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്.
അടിപൊളി ആഘോഷങ്ങളാണ് ഇവിടെ ഓണാഘോഷങ്ങളും പിന്നെ നബിദിനത്തിന് റാലിയൊക്കെ ഉണ്ട്. പള്ളിയിൽ നിന്ന് 4, 4, 5 പള്ളിയിൽ നിന്നൊക്കെ ഉള്ള റാലി ഇവിടെ വന്ന് സംഗമിക്കും. നല്ല കഴിഞ്ഞ വർഷം അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ താലിക പോകാൻ വേണ്ടി വർക്കിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തെ മോർണിംഗിലൂടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം കേട്ടോ. അപ്പോൾ വൈബൊക്കെ കണ്ട് ഞാൻ അകത്ത് കയറി വരുമ്പോഴേക്കും താലിക പോകാൻ വേണ്ടി സമയം ഒരുപാട് ലേറ്റായി എന്നും പറഞ്ഞു പെട്ടെന്ന് താലിക റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ചായ എടുക്കാനുണ്ട് കിച്ചണിൽ. ആദ്യം ഒരു ചായ കഴിച്ചു. അങ്ങനെ കിച്ചണിൽ വന്ന് ചായ എടുക്കുകയാണ് കേട്ടോ. പാല് വെച്ചു. പാല് തിളച്ചപ്പോൾ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. താലിക പോയി. ഞാൻ ആദ്യം ഒരു ചായ എടുത്തതായിരുന്നു, പിന്നീടാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ചായ നമ്മൾക്ക് എല്ലാവർക്കും രാവിലെ നിർബന്ധമാണല്ലോ. ഞാൻ 2, 3 ചായയോളം രാവിലെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചായ ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം തയ്യാറാക്കുന്നത് ഉപ്പുമാവാണ്. കാരണം ഇന്ന് എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഇന്ന് ഗസ്റ്റ് എൻ്റെ തൊടുപുഴയിൽ നിന്ന് ചേടത്തി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരക്കാണ്. ചായയുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വന്നത് ഉപ്പുമാവാണ്. മണിയനും എൻ്റെ അണ്ണാൻകുഞ്ഞിനും എനിക്കും ഉപ്പുമാവാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇന്ന് ഒരുപാട് പണികൾ കിച്ചണിലുണ്ട്. മീൻകറി നെയ്മീൻ വെക്കണം, അതുപോലെ ഒരുപാട് പണികളുണ്ട്. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി തന്നെ ഇരിക്കണം, ഫ്രീ ആയിട്ടിരിക്കണം. തൊടുപുഴയിൽ നിന്ന് എൻ്റെ ചേടത്തി വരുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഹാപ്പി മൂഡിലാണ് തയ്യാറാക്കി. അങ്ങനെ കിച്ചണിൽ വന്ന് ഞാൻ മീൻകറി വെക്കുക കേട്ടോ. ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ടു. അത് കഴിഞ്ഞ് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ 2 കൈപ്പിടി നിറച്ച് നമ്മൾ കുഞ്ഞുള്ളി, ചെറുള്ളി, അതായത് ചുവന്നുള്ളി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, അത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോള് വന്നു. അങ്ങനെ അത് കട്ടായി പോയി. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇത് വറുത്തരച്ച് വയ്ക്കുന്ന കറിയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല കറിക്ക്.
അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നന്നായിട്ട് കറുപ്പിച്ച് വറുത്തതിന് ശേഷം അതിൻ്റെ കൂടെ അരമുറി തേങ്ങ പച്ചക്ക് അരച്ചിട്ടാണ് നെയ്മീൻ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെയ്മീൻ അരപ്പ് തിളയ്ക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് തിളച്ചപ്പോൾ നമ്മൾ നെയ്മീൻ ആഡ് ചെയ്യുന്നുണ്ട്. നെയ്മീൻ കറി കുറച്ച് വറക്കുന്നുമുണ്ട്. എൻ്റെ ചേട്ടത്തി ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡിലാണ് ഞാൻ ഈ കറി വെക്കുന്നത്. നന്നായാൽ മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ വെക്കുന്നതെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് ചേട്ടത്തിയും എല്ലാവരും കഴിച്ചവരെല്ലാവരും പറഞ്ഞു. പിന്നെ നമ്മൾ സിലോപ്പിയ വറക്കുന്ന നെയ്മീനും വറക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്ക തോരനുണ്ട്, പയറ് മെഴുക്കുവരട്ടിയുണ്ട്. എല്ലാം ഏറെക്കുറെ തയ്യാറാക്കി. ഇനി എനിക്ക് കുളിക്കണം. കുളിച്ച് ചേട്ടത്തീനെ നോക്കിയിരിക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ചേട്ടത്തി വരുന്നത് കേട്ടോ. ഇതിനധികം വേവില്ല. നെയ്മീൻ നമ്മൾ അരപ്പ് തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കാണ്. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ വ്ളോഗ് ഞാൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതാണ്, ഷൂട്ട് ചെയ്യുന്നതാണ്. എനിക്കാരും ഹെൽപ്പ് ചെയ്യാനോ ഇവിടെ ആരുമില്ല, കുട്ടികളില്ല, ഹസ്ബൻഡ് രാവിലെ വർക്കിന് പോവും. അപ്പോൾ അതിൽ പല പാകപ്പിഴകളും സംഭവിക്കാം. അതിന് കളിയാക്കി ഒരു വ്ളോഗിൽ ഒരു ചാനലുകാരിയാണ് കളിയാക്കി ചിരിക്കുന്നത്. അവർക്ക് ചാനലുണ്ട്. അവർക്കടെ വ്ളോഗ് കണ്ടിട്ട് പലരും കളിയാക്കി ചിരിക്കുന്നത് എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഒരു കുറ്റമുള്ളവരാണ് 1000 കുറ്റമുള്ളവരെ കുറ്റപ്പെടുത്താൻ വരികയുള്ളൂ. കാരണം എൻ്റെ സംസാര ശൈലിയോ അല്ലെങ്കിൽ എൻ്റെ എന്താണ് എന്ന് എനിക്കറിയില്ല. ഞാൻ അവരുമായിട്ട് കോണ്ടാക്റ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല കളിയാക്കി ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ സംസാരത്തിനിടയിൽ നമ്മുടെ നെയ്മീൻ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് കുളിച്ച് റെഡിയായി ഇവിടെ നെയ്മീൻ വറക്കുന്നുണ്ട്. പാവയ്ക്ക തോരൻ ആക്കിയിരിപ്പുണ്ട്. നെയ്മീൻ കറി അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിലേക്ക്. ഇത് നെയ്മീൻ ഫ്രൈ ആക്കുകയാണ് കേട്ടോ. കുറച്ച് സിലോപ്പിയും വറുത്തിട്ടുണ്ട്. ചേട്ടത്തി വന്നു, പുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ചേട്ടത്തി വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. വരുന്ന വഴി വളരെയധികം ബ്ലോക്കാണെന്നാണ് പറയുന്നത്. ഭയങ്കര ബ്ലോക്കായി ആണ് ഇവിടെ എത്തിപ്പെട്ടത്. ആ കാര്യമാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. കുറച്ചു നേരമൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നതിന് ശേഷം ഞാൻ ചേട്ടത്തിക്ക് ചോറ് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ നെയ്മീൻ കറിയും നമ്മൾ സിലോപ്പിയോ നെയ്മീൻ വറുത്തതും പാവയ്ക്ക തോരൻ, അച്ചിങ്ങ പയർ ഉപ്പേരി, തോരൻ, അത് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. പപ്പടം, അച്ചാർ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ റെഡി ആവുകയാണ് കേട്ടോ. ആങ്ങളെയാണ് വരുന്നത്. ഞാൻ റെഡിയായി ഇരിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ ആങ്ങള വിളിക്കാൻ വരും. അനിയത്തിയുടെ വീട്ടിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അവിടത്തെയും കൂടി കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കും, വൈൻഡപ്പ് ചെയ്യും. അവിടെ ഞങ്ങളെ നോക്കി അനിയത്തി ഇരിക്കുകയാണ്. അവിടെയാണ് ചായയൊക്കെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്താൻ എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്താണ് അനിയത്തി താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇൻഷാ അല്ലാഹ് ഞങ്ങളവിടെ എത്തി 3 പേരും സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേയേറെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ 3 പേരും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹാപ്പിയായ ഒരു ദിവസമായിരുന്നു ഇന്ന്. അന്ന് നമ്മൾക്ക് ഒരുപാട് ഹാപ്പിയായിരുന്നു ഇന്ന്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ 3 പേരും കൂടി ഒരുമിച്ചിരുന്നത്. അപ്പോൾ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ ചായയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ച് മടങ്ങും. അവൾ തൊടുപുഴയ്ക്കും ഞാൻ മൂവാറ്റുപുഴയിൽ എൻ്റെ വീട്ടിലേക്കും പോകുന്നതാണ്. അനിയത്തിക്ക് കുറച്ച് കൈക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോൾ അവിടെ ചായ തന്നു. അവിടെ തയ്യാറാക്കിയത് ഉഴുന്നുവടയും പഴവും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ചായ കഴിച്ചു. അതിനുശേഷം കുറേ നേരം കൂടി ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ 2 പേരും പോയത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് മൂഡാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേരും ഇരുന്നിട്ടുള്ള ഒരു നല്ല സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം. ഇനി എന്തായാലും ഉടനെ ഞാൻ തൊടുപുഴയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. എൻ്റെ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം പോയി അവിടുത്തെ വ്ളോഗും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് ഉൾപ്പെടുത്തി തരാം.
നിങ്ങളും കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ കുറേ സംസാരിച്ചിരുന്ന് നമ്മൾ രണ്ടുപേരും അനിയത്തി പറയുന്നതെല്ലാം കേട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം ഈ സമയത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം കൂടപ്പിറപ്പ് ബന്ധമെന്ന് പറയുന്നത് ഒരുപാട് ബന്ധത്തിനും അപ്പുറത്താണ്. ഇപ്പോൾ ചേടത്തി പോയതിന് ശേഷം സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വിഷാദമാണ് എൻ്റെ മുഖത്ത്. അവൾ പോയപ്പോൾ ആ ഒരു വിഷമം എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെളിയിൽ വന്ന് ഇരിക്കുകയാണ് സിറ്റൗട്ടിൽ. ഇനി എനിക്കിപ്പോൾ വണ്ടി വരും. ഞാനും എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അവിടെ ചെന്ന് ഒരു വീഡിയോയോട് കൂടി ഇന്നത്തെ വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യും. നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും ചെയ്യണം. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഞാൻ ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം നല്ലൊരു ലോങ് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക. നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത് പിടിക്കുന്നതിൽ പല പാകപ്പിഴകളും ഉണ്ടാവാം. നിങ്ങൾ അതെല്ലാം ഒന്ന് ക്ഷമിക്കുക. കളിയാക്കി ചിരിക്കുന്നവർ ചിരിച്ചോട്ടെ, അതെനിക്ക് പ്രോബ്ലം ഇല്ല, അത് എനിക്ക് വിഷയമല്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.